ഷാനവാസും നിവിനും കൂടിയുള്ള പ്രശ്നത്തിനകത്ത് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ നന്നായിട്ട് അത് ചിന്തിച്ച് കൈകാര്യം ചെയ്തതുകൊണ്ട് രണ്ടുപേർക്കും പ്രോബ്ലം ഇല്ലെന്നാണ് അനുമോളും ആതിര നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഷാനവാസിക്കയുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത് ഞാനങ്ങ് പറയും, ഇക്കയൊക്കെ ശരിയാണ്, പക്ഷേ അത്രയും അഹങ്കാരമൊന്നും പാടില്ല. ഒരു പ്രശ്നങ്ങളില്ലെന്നും വിചാരിച്ചിട്ട് അങ്ങനൊന്നും ഇത് കാണിക്കാൻ പാടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം ഷാനവാസിക്കാരുടെ അടുത്തെന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് സ്വഭാവമൊക്കെ ഞാൻ ഉള്ളതങ്ങ് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് പറയും ഇക്കാര്യടുത്ത് എന്ന് അനുമോൾ പറയുക. ലാലേട്ടൻ വന്ന സമയത്ത് അക്ബർ പാടിയ പാട്ടിനെ പറ്റി അനുമോൾ പറയുന്നുണ്ട്. പാടിയ പാട്ട് നല്ല പാട്ടാണെങ്കിലും വേണ്ടിയില്ല, ഞാൻ അയാളെ ട്രിഗർ ചെയ്യാൻ ഒന്നിനും പോയിട്ടില്ല. പിന്നെ അയാൾ അങ്ങനെ പാടിയതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞ്, നമ്മുടെ മനസ്സിലൊരിതുണ്ടല്ലോ ഒരാളെപ്പറ്റി, അതങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അയാളുടെ ഗെയിമാണ്. എന്നാലും അയാൾ എന്നെപ്പറ്റി അങ്ങനൊരു പാട്ട് പാടിയത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ളൊരു മതിപ്പില്ലേ, അതങ്ങ് മാറുമെന്ന് പറഞ്ഞ്. ഈ സ്വഭാവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ ഉള്ള മതിപ്പങ്ങ് പോവും. അത് അത്രയും വിഷമം ഉണ്ടായിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വീട്ടിലുള്ളവർ പോകുമെന്നും ഒന്നും അല്ല ഉദ്ദേശിച്ചത്. അതിനങ്ങനെ വളച്ചൊടിച്ച് അന്നും ഇതുപോലെ പറഞ്ഞു. നെവിൻ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആതിര ചോദിക്കുന്നുണ്ട്, നെവിനെ നീ ഇപ്പോൾ ഓക്കെ ആണോ? അന്നേരം നെവിൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നെവിൻ അവിടെ ടേബിളിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് കൊണ്ടുവെക്കാൻ നേരം അതിൽ പറയുന്നുണ്ടായിരുന്നു ആ പ്ലേറ്റ് കഴുകി വെക്കാൻ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അവനോട് ഇപ്പോൾ ഒന്നും പറയണ്ട, അവനോട് വെച്ചേക്കട്ടെ, കഴിയില്ലെങ്കിലും കുഴപ്പമില്ല, അവനായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്, വേറെ ആരെങ്കിലും വന്നാൽ ഇത്രയും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അവൻ പ്രശ്നത്തിൽ നിൽക്കുകയല്ലേ, അവനോടൊന്നും പറയണ്ട, അവൻ കഴിയില്ലേ കുഴപ്പമില്ല, അത് അവിടെ വെച്ചേക്കട്ടെ, ഒന്നും പറയണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. അവൻ്റെ മൈൻഡ് ഓക്കെ അല്ല, ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, ഒന്നും പറയണ്ട, കഴിയില്ലെങ്കിലും പ്രശ്നമില്ല.